നിങ്ങൾ ഇത് ചെയ്യരുത്. എന്താണ് ചെയ്യേണ്ടാത്തതെന്നല്ലേ? ആസിഡിറ്റി, നെഞ്ചിരിച്ചില്, പുളിച്ചിട്ടായിട്ടുള്ള ഗ്യാസ് ഒക്കെ ഉള്ളവര് ഒരു ഹെവി മീൽ വല്ല പാർട്ടിക്കോ കല്യാണത്തിനോ അല്ലെങ്കിൽ റെസ്റ്റോറന്റിലോ ഒക്കെ പോയിട്ട് ഒരു ഹെവി മീൽ കഴിച്ചതിന് ശേഷം അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 7up, കൊക്കക്കോള, പെപ്സി അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒരു കമ്പനിയുടെ ഒരു ബിവറേജ് സോഡ കുടിക്കുന്ന ഒരു പതിവുണ്ട്. അതാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. അത് നമ്മളെല്ലാവരും രുചിക്ക് അപ്പുറം ഇത് കഴിക്കുന്നതിന് ഒരു ഇന്റൻഷൻ ഉണ്ട്. നമ്മളിപ്പോൾ വയറ് നിറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ആ സമയത്ത് കുറച്ച് സോഡകൾ കുടിക്കുന്ന സമയത്ത്, കോക്സ് ഒക്കെ കുടിക്കുന്ന സമയത്ത് നമുക്കൊരു ഏമ്പക്കം വരും, അല്ലെങ്കിൽ ഫാർട്ട് വരും, ഗ്യാസ് ആയിട്ട് പോവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ആശ്വാസം തോന്നും. അപ്പോൾ ഈ ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്നവരുണ്ട്, ടേസ്റ്റിന് പുറമെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്നവരുണ്ട്. അങ്ങനെ കുടിക്കുമ്പോൾ ശരിക്കും ആശ്വാസം സംഭവിക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ കുടിക്കുമ്പോൾ അത് ഈ ഫസ്റ്റ് കുടിക്കുമ്പോൾ ഇതിന്റെ കാർബണേഷൻ നടന്നിട്ട് നമുക്കൊരു ഏമ്പക്കം അല്ലെങ്കിൽ ഫാർട്ടൊക്കെ ആയിട്ട് പോകുന്നതാണ്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നും കുടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നമുക്ക് ഓൾറെഡി ഹെവി മീൽ കഴിച്ചതിന്റെ ഹെവിനെസ് ഉണ്ട്. അതിന് പുറമെ ഈ കോക്സിലൊക്കെ ഉണ്ടാവുന്ന എക്സ്ട്രാ ഷുഗർ, കോക്സിലൊക്കെ നിങ്ങൾക്കറിയാം ഇരട്ടിയിലധികം, ഒരു ഗ്ലാസ്സിൽ ഒരു 3/4 ഭാഗവും മധുരമാണ്. അപ്പൊ അത്രയും മധുരവും പിന്നെ അതല്ലാതെ ഈ അഡിക്റ്റീവ്സും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് കാരണം കുറച്ചും കൂടെ ഒരു 2-3 hours ഉള്ളിൽ തന്നെ ദഹന പ്രശ്നങ്ങൾ ഇരട്ടി ആവാൻ തുടങ്ങും. ഉള്ള പ്രശ്നത്തിന് പുറമെ എക്സ്ട്രാ ഒരു 2 കോക്ക് കൂടെ കുടിച്ചിട്ട് എക്സ്ട്രാ ഒരു 2-3 പ്രശ്നങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വയറ്റിലേക്ക് വാങ്ങുകയാണ്. അപ്പോ അത് വേണോ? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഇനി അത് കുടിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? എത്ര വലിയ ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ വയറ് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു എക്സ്ട്രാ ഒരു വയറും കൂടെ ഉള്ള പോലെ കഴിക്കാതെ നമ്മുടെ വയറ്റിൽ തന്നെ കുറച്ച് ദഹിപ്പിക്കാനുള്ള സ്ഥലം ബാക്കി വെക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ രാത്രിയൊക്കെ ഫംഗ്ഷൻ ആണെങ്കിൽ കഴിവതും ഒരു 6-7 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദഹിപ്പിക്കാൻ ഒരു 2-3 മണിക്കൂർ അതിനുശേഷം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 7 മണിക്കൊക്കെ കഴിച്ചിട്ട് 2-3 മണിക്കൂറിന് ശേഷം ഉറങ്ങാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കാതിരിക്കുക. പകലൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം രസം കുടിക്കാം, സംഭാരം കുടിക്കാം, ഈ ഇഞ്ചി ഇട്ടിട്ട് ലൈറ്റായിട്ട് ചായ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജീരക വെള്ളം അല്ലെങ്കിൽ അയമോദക വെള്ളം ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പായിട്ട് കുടിച്ചാൽ മതി. ഇതൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് റിലീഫ് അല്ലെങ്കിലും അത് മെല്ലെ മെല്ലെ കുറച്ച് മണിക്കൂർ കൊണ്ട് നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ്. മറ്റേ ഇതെന്താ ചെയ്യുന്നത്, കോക്സും ബിവറേജസും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു സമാധാനം തന്നിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇരട്ടിപ്പിക്കുക.